Hi friends, welcome to Vidhu CC Cooking. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാരറ്റ് കേക്ക് ആണ്. നമുക്ക് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ ഒരു 3 ക്യാരറ്റ്, ഒരു മീഡിയം വലുപ്പത്തിലുള്ള 3 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒന്നുകിൽ ചേരണ്ടി എടുത്തിട്ട് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിൽ ഇടാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിടാനാണ്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താണ് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 മുട്ട, ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ്, അതുപോലെ 1/2 കപ്പ് പഞ്ചസാര. നമുക്കൊന്നിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ പൊടിക്കാതെയാണ് ചേർക്കുന്നത്. 1/2 കപ്പ്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇനി വേറൊരു ബൗളിൽ ഒരു 2 കപ്പ് മൈദ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കുറേശ്ശെ ഇട്ട് അരിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ നന്നായിട്ട് അരിച്ചെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ക്യാരറ്റിൻ്റെ ഈ മിക്സിലേക്ക് നമുക്ക് ഈ മൈദ കുറേശ്ശെ ഇട്ട് ഇളക്കി കൊടുക്കാം. കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കണം. നമ്മുടെ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ സ്ക്വയർ ആയിട്ടുള്ള കേക്ക് ടിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് റൗണ്ടും യൂസ് ചെയ്യാമെന്ന്. ഇതിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ബേസിൽ ഒരു ബേക്കിംഗ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഇനി ഈ ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കേക്കിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ഒരു പാത്രത്തിനകത്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അലുമിനിയത്തിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഉപ്പ് വിതറിയിട്ടുണ്ട്. അതുപോലെ അതിനകത്ത് ഒരു വയർ മെഷ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓവൻ ഇല്ലാത്തവർ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ ഏതെങ്കിലും പാത്രം, ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിലിതുപോലെ ചെയ്യാവുന്നതാണ്. ഉപ്പിന് പകരം നമുക്ക് മണലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കേക്ക് ടിന്ന് ഇറക്കി വയ്ക്കുക. ഇതൊരു 35 മുതൽ ഒരു 45 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് റെഡി ആയോ എന്ന് നോക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. ഈ മാവ് ഇതിനകത്ത് ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് റെഡിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കിതിനെ ഈ കേക്ക് ടിന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ ഈ പാത്രത്തിൽ ഇതുപോലെ ഉപ്പൊക്കെ ഇട്ട് ഒരു വയർ മെഷ് വെച്ച് ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ ഓൾറെഡി ഹീറ്റ് ചെയ്ത് വെക്കണം. അത് ഹീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വേണം അത് പ്രീഹീറ്റ് ചെയ്യാനായിട്ട്. അത് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡിയാണ്. ഒരു കത്തി കൊണ്ട് പതുക്കെ അതിൻ്റെ സൈഡ് ഒന്ന് ഇങ്ങനെ വെടിയിപ്പിച്ച് കൊടുക്കാം.
നമ്മുടെ കേക്ക് റെഡിയാണ്. നല്ല ചൂടുണ്ട് കേക്ക്. തണുത്തതിന് ശേഷം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. നമ്മുടെ ക്യാരറ്റ് കേക്ക് നല്ലപോലെ തണുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്